പ്രിയപ്പെട്ട കുട്ടികളെ, 7th സ്റ്റാൻഡേർഡ് ഹിന്ദിയിലെ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ എന്ന കവിതയുടെ അവസാന ഭാഗം നോക്കാം. സൂരജ് ഏക് ഹമാര ജിസ്കി കിരണേ ഉസ്കി കലി ഖിലാത്തി. ഹമാരാ സൂരജ് ഏക് ഹെ, സൂരജ് കി കിരണേ ഹമാരെ കലി കോ ഖിലാത്തി ഹെ. കവി ഇവിടെ പറയുന്നു, പൂന്തോട്ടത്തിലെ പൂക്കൾ പറയുന്നു, ഹമാര സൂരജ് ഏക് ഹെ, ഞങ്ങളുടെ സൂര്യൻ ഒന്നാണ്, അതിൻ്റെ കിരണങ്ങൾ പൂമൊട്ടുകളെ വിരിയിക്കുന്നു. അർത്ഥം നോക്കാം. സൂരജ് അർത്ഥ സൂര്യൻ, കലി പൂമൊട്ട്, ഖിലാത്തി വിടർത്തുന്നു. അടുത്ത രണ്ട് വരികൾ. ഏക് ഹമാര ചാന്ദ് ചാന്ദിനി ജിസ്കി ഹം സബ്കോ നെഹലാത്തി. ഹമാര ചാന്ദ് ഏക് ഹെ ജിസ്കി ചാന്ദിനി ഹം സബ്കോ നെഹലാത്തി ഹെ. ഈ വരികളിൽ കവി പറയുന്നു, നമ്മുടെ ചാന്ദ് ചന്ദ്രൻ ഒന്നാണ്, അതിൻ്റെ നിലാവ് എല്ലാവരിലും എത്തുന്നു. അതിൻ്റെ നിലാവ് ഹം സബ്കോ നെഹലാത്തി ഹെ, ഞങ്ങളെല്ലാവരെയും കുളിപ്പിക്കുന്നു എന്ന് അർത്ഥം. ഇവിടെ ഭാവാർത്ഥം, മനുഷ്യരെല്ലാവർക്കും ഒരേ ചന്ദ്രൻ്റെ നിലാവാണ് ലഭിക്കുന്നത്. ചാന്ദ് ചന്ദ്രൻ, ചാന്ദിനി നിലാവ്, നെഹലാത്തി കുളിപ്പിക്കുന്നു. അടുത്ത രണ്ട് വരികൾ. മിലേ ഏക് സേ സ്വർ ഹംകോ ഹെ ഭ്രമരോം കെ മീട്ടേ ഗുഞ്ചൻ സേ. ഹം സബ്കോ ഭ്രമരോം കെ മീട്ടേ ഗുഞ്ചൻ ജൈസേ ഏക് സ്വർ മിലേ ഹെ. ഈ വരികളിൽ പൂക്കൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരേ സ്വരമാണ് ലഭിച്ചിരിക്കുന്നത്. ഭ്രമരം കെ മീട്ടേ ഗുഞ്ചൻ സെ, വണ്ടുകളുടെ മധുരമുള്ള മൂളലായ ഒരേ സ്വരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന് ഒരേ സ്വരം, ഏകതയുടെ, ഐക്യത്തിൻ്റെ, അഖണ്ഡതയുടെ ഒരേ സ്വരമാണ് മനുഷ്യന് ലഭിച്ചിരിക്കുന്നത്. വിവിധ നിറത്തിലുള്ള, വിവിധ രൂപത്തിലുള്ള മനുഷ്യരുണ്ട്, പക്ഷേ ഭൂമിയിലെ മനുഷ്യർ ഏകതയുടെ ഒരേ സ്വരമാണ് ലഭിച്ചിരിക്കുന്നത്. മിലേ ലഭിച്ചിരിക്കുന്നു, സ്വർ സ്വരം, ഭ്രമർ ഭൗര വണ്ട്, ഗുഞ്ചൻ മൂളൽ, മീഠേ മധുരമുള്ള. അവസാന വരി. ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. സമാന അർത്ഥ വാലെ ശബ്ദ കവിതാ സെ ചുൻകർ ലിഖെ. ടെക്സ്റ്റ് ബുക്കിൻ്റെ പാഠഭാഗത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന വർക്കുകളാണ്. സമാന അർത്ഥം വരുന്ന വരികൾ എഴുതുക. ഫൂൽ സുമൻ, സൂര്യ സൂരജ്, ബഗീച്ച ഉപവൻ, ഭൂമി ധർത്തി, ഭൗര ഭ്രമർ, ചന്ദ്രിക ചാന്ദിനി. അടുത്തത് നിമ്നലിഖിത് അർത്ഥവാലി പങ്ക്തിയാൻ ചുനെ. താഴെ തന്നിരിക്കുന്ന അർത്ഥം വരുന്ന വരികൾ എഴുതുക. ഏക് ഹി സൂരജ് കി കിരണേ കലിയോം കോ ഖിലാത്തി ഹെ. ഈ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. അടുത്തത് മിൽക്കർ രഹ്നെ മേ ഹി ശോഭ ഹെ. ഏക് ഹി പവൻ കെ പലനോ മേം झूल कर हम पले है. एक ही चांद की चांदनी हमको नहलाती है. ഈ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഇതാണ് ആ വരികൾ. സൂരജ് ഏക് ഹമാര ജിസ്കി കിരണേ ഉസ്കി കലി ഖിലാത്തി. ലേക്കിൻ ഹം സബ്സെ മിൽക്കർ ഹി ഇസ് ഉപവൻ की शोभा सारी. पले हुए हैं झूल झूल कर पलनों में हम एक पवन के. एक हमारा चांद चांदनी जिसकी हम सबको नहलाती. അടുത്തത് ഭാവ് ലിഖേ. രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഭാവാർത്ഥം എഴുതുക. ഒന്ന്,
मिले एक से स्वर हमको है ഭ്രമരം കെ മീഠെ ഗുഞ്ചൻ സെ. ഈ വരികളുടെ ഭാവാർത്ഥ എഴുതണം. അടുത്ത വരികൾ ഏക് ഹമാരാ മാലി ഹം സബ് രഹത്തെ നീച്ചെ ഏക് ഗഗൻ കെ. ഭാവാർത്ഥ എഴുതുമ്പോൾ അതിനൊരു ഹെഡിങ് കൊടുക്കുക. ഏകതാ കെ സ്വർ. ये पंक्तियाँ द्वारिका प्रसाद माहेश्वरी जी की कविता हम सब सुमन एक उपवन के से ली गई है. इन पंक्तियों में कवि कहते हैं कि हम सब एक है. उपवन में भ्रमरों के मीठे गुंजन जिस तरह है उसी तरह मानव को भी धरती में एकता का एक स्वर लाना चाहिए. അടുത്തതിലെ ഹെഡിങ് കൊടുക്കുക ഏക് ഹമാരാ മാലി. ये पंक्तियाँ द्वारिका प्रसाद माहेश्वरी जी की कविता हम सब सुमन एक उपवन के से ली गई है. इन पंक्तियों में कवि कहते हैं कि उपवन के सब सुमन एक आकाश के नीचे रहते हैं और सबके माली एक है. भावार्थ यह है कि धरती के मनुष्य एक आकाश के नीचे रहते हैं और मनुष्य के रक्षा करने वाला एक ईश्वर है. धन्यवाद.